ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ സീരീസിൻ്റെ പാർട്ട് 1 ആയിട്ടാണ്. ഇവിടെ വീട്ടിൽ പിന്നെ കല്യാണത്തിന് പ്രിപ്പറേഷൻസൊക്കെ നടക്കുകയാണ്. അതായത് കല്യാണക്കത്തൊക്കെ അടിച്ചുകൊടുന്ന് അത് കുറച്ചൊക്കെ വീട്ടിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ചെന്നപ്പോൾ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. പിള്ളേർക്കത് ചെയ്ത് അവർക്കൊരു മെമ്മറി ആയിക്കോട്ടെ എന്ന് വെച്ച് ചെയ്യാമായിരുന്നതാണ്. പിന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്, പെയിൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ അലമ്പും കാര്യങ്ങളൊക്കെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കാണാം കേട്ടോ, വീടിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ഞങ്ങൾ കുറച്ച് വീക്കെൻഡാണ് പോയത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് പോന്നു. അപ്പോൾ അവിടെ കുറച്ച് പണികളുണ്ട്, പുറത്തും കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഞാൻ വീടൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകണം എവിടെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈഡിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഈ ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അടുത്തൊക്കെ തന്നെ നമ്മൾ നോക്കിയായിരുന്നു. എന്തായാലും എല്ലാവരും കൂടി പോയി ഒരു പർച്ചേസിങ് നടക്കില്ല എന്നറിയാണ്ട് ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞാൻ എവിടെയെങ്കിലൊക്കെ പോയി ഡ്രസ്സൊക്കെ വല്ലതും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡലൊക്കെ ആവാനായിട്ടുള്ളതൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ചിങ്ങനെ പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പിക്ചേഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ചിലതൊക്കെ ഇഷ്ടപ്പെട്ടതുണ്ട്, ചിലതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ അവനൊരു മോഡൽ എനിക്ക് അയച്ചു തന്നു ബ്രദർ. ആ മോഡൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവൻ അയച്ചു തന്ന മോഡൽ. ഏതാണ്ട് ഈ ഷെയ്ഡിലുള്ളതും ഏതാണ്ട് ഈ ഡിസൈനിലുള്ളതൊക്കെ ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പം അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഡിസൈനേഴ്സിൻ്റെ അടുത്ത് ബ്യൂട്ടിക്കാരോട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയും അവരും കുറച്ച് സമയം എടുക്കുന്നുണ്ട് ചെയ്യാനായിട്ടൊക്കെ. അതായത് ഇപ്പോൾ ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം 2 months 3 months ഒക്കെ എടുക്കും എന്ന് പറഞ്ഞു. അത് നമ്മുടെ ആരതിപ്പൊടിയുടെ പൊടീസിലേക്കൊക്കെ ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും പറഞ്ഞതാണ്. പിന്നെ പ്രൈസ് ആണെങ്കിലും എല്ലാ ബ്യൂട്ടിക്കും ഭയങ്കര കൂടുതലാണ് പറയണത്. 60 to 70 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1 ടൈം ഇടാനുള്ള ഡ്രസ്സിന് വേണ്ടി അത്രയും ഇൻവെസ്റ്റ് ചെയ്യണോ എന്നിങ്ങനെ രണ്ടാമത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആരതിപ്പൊടിയോട് ചോദിച്ചപ്പോഴും പറഞ്ഞു ഇതുപോലെ എക്സാക്റ്റ് ചെയ്യണമെങ്കിൽ 1 lakh വരും. പിന്നെ നമ്മൾ ഡിസൈനിൽ കുറച്ച് അവിടെ കുറച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 70 ഒതുക്കി തരാൻ പറ്റും. എന്നാലും 3 months എടുക്കും. അതായത് നല്ല ടഫായിട്ടുള്ള വർക്കാണത്, വർക്കേഴ്സിന് ഇത് ബുദ്ധിമുട്ടുള്ളതാണ്, നല്ല പ്രൈസ് വരുന്നതാണെന്നൊക്കെ പറഞ്ഞു. രണ്ട് പൊടി നമ്മളോട് പറഞ്ഞായിരുന്നു ആരതിപ്പൊടിയുടെ ഇപ്പോൾ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് വായു. അപ്പോൾ അവിടെ കുറച്ചൊക്കെ ഡിസൈൻ ചെയ്തത് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് ഓൾട്ടർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്, വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു ലേഡീസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ ഉണ്ട്. അത് നമുക്ക് നേരത്തെ അറിയായിരുന്നു, പക്ഷെ ദൂരെ ആയതുകൊണ്ട് ഓപ്ഷൻ അവിടെ ഇട്ടേക്കായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞു എന്തായാലും അങ്ങോട്ട് പോയി നോക്കുക, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടും എന്നൊരു പ്രതീക്ഷ. അപ്പോൾ ഞാനും നേരത്തെ ഫോളോ ചെയ്യുന്നത് തന്നെയാണ്, നമുക്കറിയാം ദൂരെയാണല്ലോ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ പോകാൻ വെച്ചാൽ കുറേ ഷോപ്പുകൾ ഞാൻ നടന്നു. ഇപ്പോൾ ഈ ഫോട്ടോ കാണിച്ചത് വളരെ കുറച്ച് മാത്രം, കുറേ ഷോപ്പുകൾ നടന്നു. പക്ഷെ ഒന്നും നമുക്ക് അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല. കല്യാണം ഒന്നല്ലേ ഉള്ളൂ, നമുക്കതൊരു ഇത്തിരി നല്ല രീതിയിലൊക്കെ ആക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലോ. നമുക്ക് ആ ഒരു വിചാരിച്ച ആ ഒരു ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ നടന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പം ഞാൻ ഇവിടെ ഉള്ളവർ, അപ്പം ഞാനും ഫാമിലി മാത്രമേ പോകണ്ടായിരുന്നുള്ളൂ. അപ്പം ഉമ്മച്ചിനോടും ബാക്കി കസിൻസിനോടൊക്കെ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴി അങ്ങനെ കുറച്ചിങ്ങനെ വീഡിയോസ് എടുത്തുന്നുള്ളൂ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തുന്നുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കി, അവിടെ ഷോപ്പ് ഓപ്പൺ ആണോ എന്ന് അറിയണ്ടേ, നമ്മൾ ഇത്രയും ദൂരെ ചെല്ലുന്നതല്ലേ. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഷോപ്പ് ഓപ്പൺ ആണ്. 365 ഡേയ്സിൽ ആകെ 2 days മാത്രമാണ് അവർക്ക് ഹോളിഡേ ഉള്ളൂ. 2 പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ഇതിൻ്റെ ഹോളിഡേയ്സ് മാത്രമേ ഉള്ളവർക്ക്, ബാക്കി ഫുൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ധൈര്യമായിട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ എത്തിയപ്പം ഒരു സന്ധ്യ നേരമൊക്കെ ആയിട്ടുണ്ട്, ഒരു 5 മണി, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളവിടെ എത്തുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പോണ വഴിയത്തെ വിഷ്വൽസ് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയണ്ടോ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നല്ലതാവട്ടെ, നമുക്ക് തിരുത്തേണ്ടതാവട്ടെ, സജഷൻസ് ആവട്ടെ, എന്താണെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് രേഖപ്പെടുത്തിട്ട് താഴെ. അങ്ങനെ ഞങ്ങളിത് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ മണ്ണാർക്കാടിൻ്റെ പെരിന്തൽമണ്ണയുടെ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു സ്കൈ കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഇനി 5 to 10 minutes എന്തോ ഉള്ളൂ നമ്മൾ എത്താനായിട്ട്.
അപ്പോൾ കണ്ടാണ് ഈ വിഷ്വൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിതേ പെരിന്തൽമണ്ണ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയോ ആണെന്നാണ് പറയുന്നത്. നിയർ ബൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്ലോ ചെയ്ത് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. അതേ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നുണ്ട് ലേഡീസ് പ്ലാനറ്റ്, ഫാൻസി കോസ്റ്റ്യൂംസും ഉണ്ട്, ലേഡീസ് പ്ലാനറ്റിൻ്റെ ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ലേഡീസ് പ്ലാന്റിൻ്റെ തന്നെ വൈറ്റ് ലോഞ്ച് ഉണ്ട്. നമ്മൾ അതിൻ്റെ താഴെയാണ് ഫസ്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് വൈറ്റ് ലോഞ്ചിൽ ആദ്യം പോയി നോക്കുന്നുണ്ട്, ഡൈ ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുകളിലേക്ക് എത്തി വൈറ്റ് ലോഞ്ച് ലക്ഷ്യമാക്കിയൊക്കെ പോകുന്നുണ്ട്. ലേഡീസ് പ്ലാന്റിൻ്റെ വൈറ്റ് ലോഞ്ചിലേക്ക് നമ്മൾ പോകണം കേട്ടോ. ആദ്യം അവിടെ ചെന്നിട്ട് നമുക്ക് പാറ്റേൺ കാണിച്ചു കൊടുത്തു, അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചെന്ന് നോക്കിയത്. അപ്പം എനിക്കാണെങ്കിൽ ഡിസൈൻസിനെ പറ്റി വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെ ചോദിക്കേണ്ടതെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ അവിടുത്തെ സെയിൽസ്മാനോട് ഞാൻ ചോദിച്ചു, നമ്മുടെ റിക്വയർമെൻറ്റ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഡൈ ചെയ്ത് ആ കറക്റ്റ് ക്ലോത്തിൽ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, നിങ്ങൾക്ക് റെഡി ടു സ്റ്റിച്ച് ആയിട്ടുള്ളത് അപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ അവിടെ തന്നെ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ലെഹങ്ക ലോഞ്ച് മുകളിലായിരുന്നു. അപ്പം ഞങ്ങൾ മുകളിൽ കയറി. എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ കളക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കുറേ ഷോപ്പിലൊക്കെ പോയി, ഇതൊന്നും അല്ല, ഒരു ലോഗോണ് അവിടെ. എന്താ പറയുക, ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലോഗോ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ഏത് കളർ ഷെയ്ഡ് വേണം, ഏത് പാറ്റേൺ വേണം, അല്ലെങ്കിൽ ഏത് ഡിസൈൻസ് വേണം, കുറഞ്ഞത് വേണോ കൂടിയത് വേണോ, എൻ്റെ പൊന്നി അടിപൊളി കളക്ഷനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ആർക്കാണെങ്കിലും ഒരു ബ്രൈഡിന് വേണ്ടി സജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. സൂപ്പർ കളക്ഷനാണ്. നമുക്ക് എന്താ പറയുക, നല്ല സ്റ്റാഫുകളാണ്. ഞങ്ങൾക്കൊരു അച്ചു എന്ന് പറഞ്ഞ കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ നല്ലൊരു കുട്ടിയായിരുന്നു കേട്ടോ. അത് ഡിസൈനറാണ്. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, നമ്മൾ എന്താ പറയുക, ഓരോ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അയച്ചെടുക്കുമല്ലോ, അങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. കാരണം ആ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ കളർ ഷെയ്ഡും കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് കിട്ടൂല, അതുപോലെ തന്നെ ഡിസൈൻസൊന്നും അവർക്ക് കറക്റ്റായിട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു തന്നെ. അപ്പോഴാണെങ്കിൽ ബ്രദറിനെ വിളിച്ചിട്ട് കിട്ടണേ ഇല്ല. അവനെന്തോ മീറ്റിങ്ങിന് കയറി. ബാക്കിയുള്ളവരൊക്കെ 2-3 കണ്ട് ഇഷ്ടപ്പെട്ട് സജഷൻസ് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒന്നും അറിയണില്ല, ഇവൻ മീറ്റിങ്ങിന് കയറിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത്, എന്നിട്ട് വീഡിയോസ് എടുത്തിട്ട് ഞാൻ വീഡിയോസ് അയച്ചിട്ടുണ്ട്, അവൻ കാണുമ്പോൾ അയക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ മോളെ നിർത്തിയിട്ടുണ്ടായിരുന്നു മോഡലായിട്ട്. അപ്പോൾ അവളേക്കാൾ ഹൈറ്റ് ഉണ്ട് കുട്ടി, പക്ഷേ നമുക്ക് ഇട്ട് നോക്കാനായിട്ടൊരു ഇതിന് വേണ്ടി. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നിന്നിരുന്ന ഡിസൈനർ കുട്ടീനെയും ഇട്ട് നോക്കിയിരുന്നു, ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചതിൽ ഒരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്ത് താഴത്തേക്ക് വന്നു. പിന്നെ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സും ഇതൊക്കെ പുതിയണ്ടിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് താഴത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതും ഒരു ജസ്റ്റ് ഒരു പാർട്ടി വെയർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, ആങ്ങളുടെ കല്യാണമൊക്കെ അല്ലേ, പെങ്ങൾ ഇത്തിരി തിരങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാർട്ടി വെയറൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ, അതും സൂപ്പർ കളക്ഷൻ തന്നെയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ ഷേപ്പിലേക്ക് ആക്കി തരും. കൂട്ടാനാണെങ്കിൽ കൂട്ടിയിട്ടും കുറക്കാനാണെങ്കിൽ കുറച്ചിട്ടും ഒക്കെ നമ്മുടെ ഷേപ്പിലേക്ക് ആക്കി തരും. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അതിപ്പം പല ബ്യൂട്ടിക്കുകളിലും ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ കംഫർട്ടിന് ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല. എനിക്കത് നല്ലൊരു കംഫർട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വന്നിട്ട് ഒരു ചുരിദാർ മെറ്റീരിയലും കൂടി എടുത്തു. അപ്പോൾ ഞാൻ ഏതായിരിക്കും പുതിയണിന് എടുത്തത്, അതുപോലെ എനിക്ക് എടുത്തതെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ട് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടാം. ഏത് ഡ്രസ്സായിരിക്കും ഞാൻ എടുത്തതെന്നുള്ളത്. ഞാൻ കുറച്ചൊക്കെ സൂം ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഡ്രസ്സുകളും. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതൊന്നും ഞാൻ ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ വേറെ ഷോപ്പിൽ കയറിയിരുന്നു. എനിക്ക് ഡ്രസ്സ് എടുത്തപ്പം അതിന് മാച്ചായിട്ടുള്ളൊരു ഡ്രസ്സ് മോൾക്ക് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ ചോദിച്ചായിരുന്നു. പക്ഷേ അവർ ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ അടുത്തുള്ള വേറെ ഷോപ്പിൽ കയറാമെന്ന് വെച്ചു. ഇത് ലേഡീസ് പ്ലാന്റിന് തന്നെ റെൻ്റൽ ജ്വല്ലറിയുടെയും ഫാൻസി സ്റ്റോറിൻ്റെയും ഒക്കെ കളക്ഷനുള്ള ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കയറിയില്ല. ഞങ്ങൾ അവിടുന്ന് റെൻറ്റിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചുകൂടെ കൊടുന്ന് കൊടുക്കാൻ നിൽക്കേണ്ടത്, അത് കാരണം ഞങ്ങളവിടെ കയറിയില്ല. അതൊക്കെ നമുക്ക് എറണാകുളത്ത് തന്നെ കല്യാണം അടുപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മോൾക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി കയറണം. പക്ഷേ നമുക്കതങ്ങോട്ട് അത്ര തൃപ്തിയായില്ല. അവിടെ കളക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ആ ഒരു കളറിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പാറ്റേണിലുള്ളതും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണല്ലോ, നമ്മൾ വൈകുന്നേരം പോരുന്ന വഴി ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പഴവും ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.